എല്ലാവർക്കും നമസ്കാരം. ഇത് ഇന്ന് ഞാൻ കട്ട് ചെയ്തെടുത്ത എയർ ലെയറിങ് ചെയ്ത ഒരു അൽഫോൺസ മാവിൻ്റെ കമ്പാണ്. ഇത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇതിന് കട്ട് ചെയ്ത പാടും ഫംഗസ് വരുന്നതായിട്ട് സാഫ് അടിച്ചു കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതാ ആദ്യം നമ്മൾ സാഫ് അടിച്ചു കൊടുക്കുന്നു. നല്ല കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് സാഫ് അടിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ല പതുക്കെ കെട്ടൊക്കെ കഴിച്ച് സാവധാനത്തിൽ ഈ പ്ലാസ്റ്റിക് കവർ അഴിച്ചെടുക്കുക. കവർ ഞാൻ അഴിച്ച് മാറ്റി. വേണ്ട വേര് വേണ്ട, വേര് ഇത് നിറച്ചും വേരാണ്. ഇനി നമുക്ക് ഒരു ഫ്ലോട്ടിംഗ് മിശ്രിതാക്കിയിട്ട് ചട്ടിയിലേക്ക് മാറ്റാം. ഇത് നിറച്ചും വേരാണ്. പക്ഷേ ഇതിനൊരു കുഴപ്പമുണ്ട്, ഇതിന് തായ് വേരുണ്ടാവില്ല. ഇത് നല്ല ആഴത്തിൽ മണ്ണിലേക്ക് സെറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ വലിയ മരമാകുമ്പോൾ പൊരിഞ്ഞ് കെട്ടി വീഴും. അതാ ഇതിൻ്റെ ഒരു പോരായ്മ. എയർ ലെയറിങ്ങിൻ്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ ഇതാണ്, തായ് വേരുണ്ടാവില്ല. തായ് വേര് വെക്കണമെങ്കിൽ വേറൊരു സിസ്റ്റം ഉണ്ട്, മൾട്ടി ഗ്രാഫ്റ്റിംഗ് ചെയ്യണം. എന്നാൽ നമുക്ക് തായ് വേര് ഉണ്ടാക്കാൻ പറ്റും. അതായത് വേറെ ഒരു മുളച്ച മാവിൻ്റെ കമ്പ് എടുത്തിട്ട് ഇതിന് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് പിടിപ്പിക്കണം. ഇത് ഞാനിപ്പോൾ ചട്ടിയിലേക്ക് സെറ്റ് ചെയ്തു. ഇതിന് ഒരു മാസം കൊണ്ട് കായ്ക്കും. എയർ ലെയറിങ് നമ്മളെ നാട്ടിൽ കായ്ക്കുന്ന അൽഫോൺസ മാവ ഇത് നന്നായിട്ട് കായ്ക്കും. കാരണം ഞാനിത് കഴിച്ചിന്. ഞാനിത് വർഷത്തിൽ വിളവെടുക്കുന്ന ഒരു മാവും കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.